ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണോ? അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞാൻ എൻ്റെ ഉച്ചക്കത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഉണക്കൽ മീനാണ് കേട്ടോ. അപ്പോൾ താളിപ്പും ഉണക്കലുമാണ്. അപ്പോൾ ഉണക്കൽ ഞാൻ പൊരിക്കുന്നത് വേറൊരു രീതിയിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു നോക്കണം. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്നെ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ട് കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ മാന്തൽ കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഉണക്കൽ മാന്തളാണ്. അപ്പോൾ അത് നല്ലോണം കഴുകിയതിൻ്റെ ശേഷം രണ്ട് ഭാഗം നന്നാക്കുക കേട്ടോ. ഞാൻ വെള്ള ഭാഗം ഞാൻ അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ വരണ്ടി പോക്കും. മറ്റേ കറുപ്പുള്ള ഭാഗത്ത് ഞാൻ അതിൻ്റെ തൊലി പൊളിച്ചൊഴിവാക്കും കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിതാ നല്ലോണം അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം കുറച്ച് മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഇളക്കി അതിന് മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. പിന്നെ അത് പൊരിക്കുമ്പോൾ ഞാൻ 2 പച്ചമുളക് കീറി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടതും പിന്നെ വെളുത്തുള്ളി ഒന്ന് ചതച്ചതും ചെറിയ ഉള്ളി 2-3 ചതച്ചതാണ് കേട്ടോ ഇതിന് കൂടെ ഇടുന്നത്. അപ്പോൾ മീൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഏത് മീനായാലും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എനിക്ക് ഈ മീനിനെക്കാട്ടി ഏറ്റവും ഇഷ്ടം തളമീൻ ഉണ്ടല്ലോ, അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, സ്രാവൊക്കെ നല്ല രസമുണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ല ഉപ്പായിരിക്കും കേട്ടോ. അപ്പം ഞാനിതാ അതുണ്ടാക്കുകയാണ്. പിന്നെ ഞാനൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ ഞങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിക്കൽ കുറവാണ് കേട്ടോ. കാരണം ഈ അലർജിയും പിന്നെ ശ്വാസം മുട്ടലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ ശ്വാസം മുട്ടലൊക്കെ കൂടും കേട്ടോ. അപ്പം എൻ്റെ ഇക്കാക്ക് നല്ല ശ്വാസം മുട്ടലുള്ള ഒരാളായിരുന്നു. കുറേ മുമ്പ് ചെറുപ്പത്തിലേ ഉണ്ട് കേട്ടോ. വെള്ളത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പിന്നെ എന്താ പറയുക, വെളിച്ചെണ്ണ ഉപയോഗിക്കൽ നിർത്തി. കാരണം ഒരു വൈദ്യരെ കാണിച്ചപ്പം പറഞ്ഞു നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ പേരൊക്കെ പറയാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞു വെളിച്ചെണ്ണ ഉപയോഗിക്കൽ നിർത്തുക, എന്നിട്ട് നിങ്ങൾ വീട്ടിൽ ആടലോടകം എന്ന് പറഞ്ഞൊരു ഇല ഉണ്ട്, ഞാൻ കാണിച്ചു തരാം ഇനിയത്തെ വീഡിയോയിൽ. ആ ആടലോടകം നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം പറഞ്ഞ് മിക്സി ജാറിലിട്ട് അരച്ചതിന് ശേഷം അത് അരിച്ചിട്ട് ആ വെള്ളത്തിൽ ഇത്തിരി കുരുമുളകിൻ്റെ പൊടി ഇട്ട് കുടിക്കുക കേട്ടോ. ഒരു നുള്ള് കുരുമുളക്, ഒരു ഗ്ലാസ് ആടലോടകത്തിൻ്റെ ഇലക്ക് ഒരു ഗ്ലാസ് നിറച്ചും വേണ്ട, 1 ഗ്ലാസ് ആയാലും മതി കേട്ടോ. എന്നിട്ട് അതിലൊരു നുള്ള് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കുടിച്ചാൽ ഏത് ശ്വാസം മുട്ടലുള്ള ആൾക്കാർക്കും പെട്ടെന്ന് മാറും കേട്ടോ. ഇതൊരു 6 മാസം പിന്നെ 6 മാസം സ്ഥിരമായിട്ട് കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 4-5 സ്പൂണ് മതി കേട്ടോ. ആ നീര് ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് കുടിക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് കുറേ കാലം കുടിച്ചതാണ്, നല്ല മാറ്റം ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങളിതാ അധികം ഓയിലാണ് ഓയിലും വലിയ ഗുണമുള്ള കാര്യമില്ല, പക്ഷേ ഈ ശ്വാസം മുട്ടലിന് നല്ല മാറ്റം ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിതാ പിന്നെ അങ്ങനെ. അപ്പോൾ ഇത് അറിയാത്തവർക്ക് പറയുകയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. ഈ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലാണ് കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അല്ലേ. എനിക്കാണ് ഭയങ്കര ഇതാട്ടോ ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കാതെ. ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ ഞങ്ങൾക്ക് കഴിക്കാൻ മാത്രമാണ് ഞാനങ്ങനെ വെളിച്ചെണ്ണ ഉപയോഗിക്കട്ടെ. ഇക്കാകുമ്പോൾ ഞാൻ ഉപയോഗിക്കില്ല. പിന്നെ ഒരാഴ്ച ഇങ്ങനെ കിടക്കും ശ്വാസം മുട്ടലും ചുമയൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നല്ല മാറ്റമുണ്ട് കേട്ടോ. മറ്റേ തണുപ്പ് കാലമൊക്കെ വരുമ്പോൾ അധികം ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതാ മീനൊക്കെ ഞാൻ നല്ലോണം പൊരിച്ച് ഇതാ മുളക് ഉള്ളി ഒക്കെ അതിൽ വിടുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാൻ. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കണം. അപ്പം ഞാനിനി വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരും. അതുവരെ അസ്സലാമു അലൈക്കും.